ശ്രീമതി റംസീന ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം. ശ്രീമതി റംസീന, ഈ പോലീസും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളുടെ സമരത്തിലെ അന്നത്തെ സംഭവങ്ങൾക്കെതിരാണ്. അതെ, പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള സമീപനം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രസ്താവനകളൊക്കെ സമരസമിതിയോട് അവർ സ്വീകരിക്കുന്ന സമീപനം വളരെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ നിരോധിത സംഘടനയുടെ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു പോലീസ്. എന്ന് വെച്ചാൽ ഇത് ഇത്ര വലിയ സംഭവമാക്കി മാറ്റുക, ഇത്ര വലിയൊരു ക്രിമിനൽ കോൺസ്പിറൻസി നടത്തുക, ഫാക്ടറി കത്തിക്കുക, ആംബുലൻസ് തടയുക, ഇതൊക്കെ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒന്നാണ് എന്നാണ്. നിങ്ങൾ പോലും അറിയാതെ ഇനി നിരോധിത സംഘടനക്കാർ വല്ലതും നുഴഞ്ഞു കയറിയോ? ഇനി അങ്ങനെ ഒരു നിരോധിത സംഘടന ആ സമരത്തില് നുഴഞ്ഞു കയറി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുക, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അതിലൊരു ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം ഈ സമരം ചെയ്യുന്ന സാധാരണ ജനങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഈ നാട്ടില് ശമ്പളം കൈപ്പറ്റുന്ന പോലീസ് കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് അങ്ങനെ ഒരു ആസൂത്രണം അതിൽ നടന്നിട്ടുണ്ടോ? ഇനി അങ്ങനെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഉത്തരവാദിത്തം പോലീസിന്റേതാണ്. പക്ഷെ കൃത്യമായിട്ടും സമര സമിതിയെ പിന്നെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സമീപനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ശരി, സമരസമിതിയെ സംശയത്തിൽ നിർത്തുന്ന സമീപനം പോലീസ് എടുക്കുകയാണ്. പക്ഷേ പോലീസ് ആരോപിക്കുന്ന സംഗതികളൊന്നും അതിനെ സംഭവിച്ചിട്ടില്ല എന്നാണ് സമരക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്. താങ്ക് യു റംസീന. ഒരു ഇടവേള.